സ്വീഡനിലേക്ക് പറക്കാം പഠിക്കാം സ്റ്റഡി ലിങ്ക്സിലൂടെ. ദ ബെസ്റ്റ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ. സ്വപ്നങ്ങൾക്കൊപ്പം എന്നും. ഞാനിപ്പോൾ ഉള്ളത് ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്ന് പറഞ്ഞൊരു രാജ്യത്താണ്. യെസ്, അങ്ങനെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് എന്നുള്ള ആ കരീബിയൻ രാജ്യത്തിലെ ഈ കാണുന്ന ഹോട്ടലിലാണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത്. റൈറ്റ് ഓൺ ദ ബീച്ച് എന്ന് തന്നെ പറയാം. ഇവിടെ തിരയടിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും റൂമിലേക്ക് വരെ കയറി പോകുന്ന രീതിയിലുള്ള ഒരു കിടില സ്ഥലം. ഇവിടെയൊക്കെ ഞാൻ വന്ന ആ ഒരു വഴിയൊക്കെ ഉണ്ടല്ലോ, എൻ്റെ അമ്മ ഈ കാണുന്ന മലയൊക്കെ കണ്ടില്ലേ, അതൊക്കെ കയറി ഇറങ്ങി ദുരിതം പിടിച്ച വഴി കൂടെയൊക്കെയാണ് ഞാനിങ്ങോട്ട് വന്നത്. അതായത് നമുക്ക് ആദ്യം റൂമിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ. ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഒക്കെ ഈ സൈഡിലാണ്. നമുക്ക് ഹോട്ടലിൻ്റെ മുമ്പിലൊന്നും പാർക്കിംഗ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി സീ സൈഡ് റൂം അല്ല ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു റൂമാണ്, ഗാർഡൻ വ്യൂ റൂമാണ്. കാരണം സീ ഫേസിങ് റൂം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പോൾ ഞാൻ സാധാരണ റൂം ബുക്ക് ചെയ്തു. ഇത് ശരിക്കും ഈ രാജ്യത്തിൻ്റെ വെസ്റ്റ് എൻഡാണ് ഈ കാണുന്ന സ്ഥലം, സെബാസ്റ്റ്യൻസ് ഓൺ ദ ബീച്ച്. അതായത് ഈ രാജ്യത്ത് ഏറ്റവും ചീപ്പസ്റ്റ് നിരക്കിൽ എനിക്ക് റൂം കിട്ടിയത് ഇവിടെയാണ്. ചീപ്പസ്റ്റ് നിരക്കെന്ന് പറയുമ്പോൾ ഒരു രാത്രി താമസിക്കുന്നതിന് ഏകദേശം 8,000 റുപ്പീസ് എനിക്ക് ഇവിടെ കൊടുക്കേണ്ടി വന്നു, വിത്തൗട്ട് ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹോട്ടൽ. ഇതിൻ്റെ റിസപ്ഷൻ എവിടെയാണ്? ഇതായിരിക്കും മിക്കവാറും. ഇസ് ദ റിസപ്ഷൻ. ഇത് ഓപ്പൺ, ഇത് സ്റ്റോർ അല്ലേ? നോക്കട്ടെ എവിടെ പരിപാടി എന്നുള്ളത്. Hey, is this a reception? Yes, it is. Okay. How are you? I'm okay. Yeah, so I have a booking. My name is Sujit. By any chance, can I ask you for a free upgrade? Fully booked. Fully booked? Right. Okay. ഇവിടെയാണോ? കാര്യമില്ല ഗൈസ്. പെട്ടെന്നല്ല, റേറ്റ് കുറച്ച് കൊടുത്താൽ പിന്നെ ബീച്ചിൻ്റെ അകത്ത് റൂം കിട്ടുമല്ലോ, ഇതിലേ കിട്ടുള്ളൂ. താഴെ ആയാൽ മതിയായിരുന്നു. അല്ല, മേളിലാണ്. 136. Upstairs? The stairs, and it's that door right there. Okay. 36 on it. Thank you. You're welcome. ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡൊന്നും ശരിയല്ല ഗൈസ്. എല്ലാവരും ഈ പറഞ്ഞല്ലേ വേണേ മതി എന്നുള്ള രീതിയിലാണ്. അയ്യോ, ഹായ്, അയ്യോ എൻ്റെ പൊന്ന്, ഇതെന്താണ് ഇത്? ഫോട്ടോയിൽ കാണുമ്പോൾ ഭയങ്കര വലിയ മുറിയാണല്ലോ. ഇത് ഇവിടെ വരുമ്പോൾ വളരെ ചെറിയ മുറിയാണല്ലോ. പറ്റിച്ച്. കടൽ കാണാൻ പറ്റുമോ? ഇല്ല, ഒരു ശകലം കാണാം. എന്ത് ചൂടാ ഇതിനകത്ത്. ഇതെന്താ സാധനം? ഇതിൽ ഫാൻ വർക്ക് ചെയ്യില്ലേ? വള്ളി മാത്രമേ ഉള്ളൂ. ഇതാണ് ഗൈസ് എൻ്റെ മുറി. ഈ ഒരു കുടിസ് മുറിക്ക് വേണ്ടിയാണ് ഞാൻ $90 കൊടുത്തിരിക്കുന്നത്. എന്താ ഇത് തടി വെച്ചുണ്ടാക്കിയ എന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിനകത്ത് മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ചൂടാക്കാം. ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരേണ്ടി വരും ഞാൻ മിക്കവാറും പുറത്ത് പോയിട്ട്. കാരണം ഇവിടെ $50 മിനിമം റേറ്റ് ഫുഡിന്. $50. പിന്നെ ഇവിടെ ഒരു കസേരയുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീച്ചല്ല, കടൽ കാണാം. ഓ, പാർഷ്യൽ സീ വ്യൂ റൂമാണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്ക് ഇവിടെ ഇങ്ങനെ നോക്കി കടൽ കാണാം. റൈറ്റ് ഓൺ ദ ബീച്ച് ആണെങ്കിൽ $200 കൊടുക്കണം. ഞാൻ $90 റോഡ് ക്രോസ് ചെയ്താൽ പോരെ. അപ്പോൾ റൈറ്റ് ഓൺ ദ ബീച്ച് അല്ലല്ലോ. ദിസ് ഇസ് ദ ബാത്റൂം. ബാത്റൂമിൽ എന്താണ് ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ബാത്റൂം ഈസ് ഗുഡ്, നൈസ്, നോട്ട് ബാഡ്, ക്ലീൻ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ട്രോപ്പിക്കൽ ഗ്രീൻ വീടെന്ന് പറയുന്നത്. കൊള്ളാമല്ലേ? ഇതാണോ ട്രോപ്പിക്കൽ ഗ്രീൻ? ഇതാണ് ട്രോപ്പിക്കൽ ഗ്രീൻ. വാഴയുണ്ട്, പിന്നെ പപ്പായ നിപ്പുണ്ട്, ഉണ്ടല്ലേ? പപ്പായ നിപ്പുണ്ട്, അങ്ങനെ തെങ്ങുണ്ട്, അങ്ങനെ പല പല സംഭവങ്ങളുണ്ട്. ബാക്കിലൊരു മലയുണ്ട്. അവരൊക്കെ സീ ഫേസിങ് ആണ്. എന്തായാലും ഇതാണ് നമ്മുടെ വീട്. കൊള്ളാമല്ലേ? കുഴപ്പമില്ല. ഇതിങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൂമുകളാണ്. 1 2 3 4 5 6 7 8 9 18 റൂമുണ്ട്. ഇവിടെ താഴെ മേളിലുമായിട്ട് ഈ കാണുന്ന സംഭവം 18 റൂം. മിനിമം ഒരു $100 വെച്ച് വിറ്റ് കഴിഞ്ഞാൽ എത്ര ഡോളറായി? ഫുള്ളാണ് ഇവിടെയൊക്കെ. ഒന്ന് ആലോചിച്ച് കഴിഞ്ഞു മൊത്തത്തിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം നമുക്ക് പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകാം. ട്രോപ്പിക്കൽ ഗ്രീനിൻ്റെ പരിപാടി കൊള്ളാമല്ലേ? വാഴയൊക്കെ കൊലച്ച് നിൽപ്പുണ്ട്. ഇതേ പ്ലാവുണ്ട്, മറ്റേ കടച്ചക്കയുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് ഗൈസ്, ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്. എൻ്റെ ഇവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ട്, കണ്ടില്ലേ? ഇത് നമ്മൾ മറ്റേ പനിങ്കൂർക്ക കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ പിള്ളേർക്കൊക്കെ അതിൻ്റെ നീരെടുത്ത് കൊടുക്കും. പനിങ്കൂർക്കയാണ് ആ കാണുന്നത്. പിന്നെ നൈസാണ് മൊത്തത്തിൽ. ഇതേ കൊലച്ച് നിൽപ്പുണ്ടല്ലേ, ചെറുപഴം കൊലച്ച് നിൽക്കുന്നു ഗൈസ്. അതേ കോഴിയൊക്കെ കൊക്കരയൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് നട്ടുച്ചയ്ക്കാണ് കൂവുന്നത്. നട്ടുച്ചയല്ല, ഇപ്പോൾ വൈകുന്നേരം കൂവിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ തന്നെയുള്ള ആ ഒരു ഇവിടേക്ക് പോവാം. റെസ്റ്റോറൻറ്റും ബീച്ചും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് പോവാം. നേരെ ഇതെങ്ങനെയാണോ ഈ റോഡ് മിക്കവാറും ഇതിനിടയ്ക്കൂടെ വന്നതായിരിക്കും. അങ്ങനെയായിരിക്കും ഈ പ്രോപ്പർട്ടി കീറി മുറിഞ്ഞ് രണ്ടായത്. ഇവിടെ ബീച്ച് ബാർ എന്നും പറഞ്ഞുകൊണ്ടൊരു സംഭവമുണ്ട്, സെബാസ്റ്റ്യൻസ് ബീച്ച് ബാർ. ഹായ്. യെസ്, അടിപൊളിയാണല്ലോ. നല്ലൊരു കിഡിലൻ റെസ്റ്റോറൻറ്റ് വിത്ത് ബീച്ച് ഫേസിങ് അല്ലത്, റൈറ്റ് ഓൺ ദ ബീച്ചാണ്. നോക്കി
പക്ഷെ എൻ്റെ അമ്മ ആൾക്കാർ സർഫിംഗ് ഒക്കെ ചെയ്യുന്നതാ അവിടെ. ഇതാണ് മറ്റേ ബീച്ച് ഫേസിങ് റൂം, ബീച്ച് നേരെ ബീച്ചിലേക്ക് ഇറങ്ങാവുന്ന റൂം. പക്ഷെ ഇവിടെ ഇത് ആക്ച്വലി മനസ്സിലായില്ലേ, ഇതിങ്ങനെ ബീച്ച് എന്ന് പറയാനായിട്ട് ഇത് നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റപ്പിന് പോകണം. ഇവിടെ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഇവിടെ ആൾക്കാർ സർഫിംഗ് ആണ് മെയിൻ പരിപാടി. കണ്ടോ എന്തോരം ആൾക്കാർ അതൊക്കെ അവിടെ കടലിൽ കിടക്കുന്ന മറ്റേ സർഫ് ചെയ്യുന്ന സർഫ് പാഡും കൊണ്ടുണ്ട്. അവിടെ ഇങ്ങനെ തിര വരുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ കുത്തി മറിയാണ് ആൾക്കാർ അവിടെ കിടന്ന്. രസമല്ലേ ചെയ്യുന്നത് കാണാനായിട്ട്? കാണാൻ രസമാണ്, ചെയ്യുമ്പം അത് എത്രത്തോളം രസമാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ താഴെ ഒരു ഊഞ്ഞാലുണ്ട്. ഇതിനകത്ത് ഇവർക്കൊരു ബാറുണ്ട്, മാഡീസ് ബീച്ച് ബാർ എന്നും പറഞ്ഞുകൊണ്ട്. ബാറ് താഴെ ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഓ സോ ക്ലോസ്, അടിപൊളി. ഇത് കൊള്ളാം കേട്ടോ, കടലിൽ നോക്കി ഊഞ്ഞാലാടാൻ ഗൈസ്, സെറ്റപ്പ് അല്ലേ? ഇവിടെ ഇങ്ങനെ കുറേ ബീച്ച് ഫേസിങ് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എല്ലാം റൈറ്റ് ഓൺ ദ ബീച്ചാണ് ഇരിക്കുന്നത്. ഇവിടെ ശരിക്കും ഐലൻഡുകളിൽ പൊതുവെ ഇങ്ങനെ വലിയ തിര അടിക്കാത്തതാണ്. ചില പർട്ടിക്കുലർ ഭാഗങ്ങളിൽ മാത്രമേ തിര അടിക്കുകയുള്ളൂ. അങ്ങനെ തിര അടിക്കുന്ന ഭാഗങ്ങളിൽ ശരിക്കും ഇതുപോലെ ഒന്നും പണിയാത്തതാണ്. ഇത് ഇങ്ങനെയുള്ള തിര അടിക്കുന്ന റെസ്ട്രിക്റ്റഡ് മേഖലകളിലാണ് നമുക്ക് ഈ കടൽക്ഷോഭം മൂലം കയറി വരുന്നതും മറ്റുമൊക്കെ സംഭവിക്കുന്നത്. അല്ലേ? നമുക്ക് കുറച്ചൊരു ഊഞ്ഞാലാടാം, ഫോട്ടോ എടുക്കാം, അത്രേ ഉള്ളൂ. വേറെ ഇരുന്ന് ആടാനൊന്നും പറ്റുമൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാം, അതാണ് സംഭവം. അതില്ലേ ഊഞ്ഞാല വാവ്, ഇത് അടിപൊളിയാണ്, ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ മരമൊക്കെ കണ്ടില്ല, എല്ലാം വെട്ടി നിർത്തിയിരിക്കുകയാണ് നല്ല ഭംഗിക്ക്. എന്തൊക്കെയോ ഒരു പ്രത്യേക ഭംഗിയില്ലേ ഇവിടെ? ആ മരത്തിന്റെ റൂട്ട് കണ്ടോ? ഇവിടെ നിന്നാണ് വരുന്നത്, കണ്ടില്ലേ? ഈ മരം ഈ ഒരു സ്ഥലത്തിന് ഭയങ്കരമായിട്ട് ഭംഗി ഏകുന്നുണ്ട്. വെൽക്കം ടു ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ് ഗൈസ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനിവിടെ ഊഞ്ഞാലിലിരുന്ന് കുറെ നേരം ആടിയല്ല എണീറ്റ് നിന്ന് ചാടി ഫോട്ടോ എടുത്തു. ഇവിടെ ഒരാളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. നൈസ് മാൻ. അപ്പൊ ആ കല്ലുകളുടെ ഒക്കെ കളറ് നോക്ക്, എന്ത് രസമല്ല. ഇത് കണ്ടോ? പക്ഷെ എന്റെ അമ്മ അത്ര കയറിപ്പോയി. പക്ഷേ കല്ലുകൾ ഇങ്ങനെ ആടുന്ന സൗണ്ടാ കേട്ടാ, കണ്ടോ? പക്ഷെ എന്റെ അമ്മോ, ഞാൻ ഒരു കല്ലെടുക്കാൻ പോയപ്പോഴത്തേക്കിന് ഒരു 1.5 തിര അടിച്ചാ കണ്ടോ? പേടിച്ചു പോയി ഞാൻ ആക്ച്വലി. എന്ത് ഇവിടെ കിടന്ന കല്ല് അങ്ങ് പോയത് കണ്ടോ? ഞാൻ കല്ലെടുക്കാൻ പോയത് അങ്ങ് പോയി. ഈ എന്ത് പോളിഷ്ഡ് ആയിട്ടാണ് ഈ കല്ലുകളൊക്കെ കിടക്കുന്നതെന്ന് നോക്കി, കണ്ടില്ലേ? ഇങ്ങനെ വെള്ളം വർഷങ്ങളോളം വെള്ളം അടിച്ച് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കല്ലെടുത്തിട്ട് എങ്ങും കൊണ്ടുപോകുന്നില്ലല്ലോ. കണ്ടോ? ഇങ്ങനെ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ബാക്കിയുള്ളവനെ? ഇത്ര നേരം അവന് പതുക്കെ തിര അടിച്ചാൽ മതിയായിരുന്നു. ഇപ്പോൾ അവന് ഭയങ്കര സ്പീഡിൽ തിര അടിക്കണം. എന്നാ പരിപാടിയാണ്? ഈ സാധനം കണ്ടോ? ഓ എന്തുകൂടെ ഇത്? എൻ്റെ അമ്മേ, വരുന്നു വീണ്ടും. ഇപ്പം ഈ കാണുന്നതാണ് നമ്മൾ താമസിക്കുന്ന സെബാസ്റ്റ്യൻ്റെ വീടെന്ന് പറയുന്നത്. ആ ഒരു സെബാസ്റ്റ്യൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഒരു ഡ്രോൺ പറത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആഹാ, അടിപൊളി. അതിശക്തമായിട്ട് തിരയടിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് മലകളും മറ്റുമൊക്കെ കാണാം. ഇവിടെ ശരിക്കും നമ്മൾ എന്താ പറയുക, സാധാരണ നമ്മൾ ഐലൻഡുകളിൽ കാണുന്ന ആ ഒരു ഭംഗി ഇവിടുത്തെ കടലിനില്ല. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സംഭവമാണ്. ഇതിൻ്റെ സമീപത്ത് കൂടെ ഒരു തീരദേശ റോഡൊക്കെ ഉണ്ട്. ആ തീരദേശ റോഡിൽ കൂടെ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രൈവൊക്കെ പോകാൻ പറ്റും. നമുക്ക് അവിടെ ആ സർഫിങ് ചെയ്തുകൊണ്ടിരുന്ന ടീമില്ല, അവർ നമുക്ക് നോക്കിയാലോ? എൻ്റെ അമ്മോ, ഇവരുടെ മലയാളം മേളിലേക്കുള്ള കയറ്റമൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതാണ്. എനിക്കൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകണം, പിന്നെ നമുക്ക് വേറെ 1-2 ബീച്ചിൽ പോകണം, പിന്നെ ഇവിടെ സമീപത്തുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി പോകണം. ഇവരുടെ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 കയറ്റമാണ്. അത്ര സ്റ്റീപ്പായിട്ടാണ് ഇവർ റോഡ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം കടൽ തീരത്തിൻ്റെ പരിപാടിയാണ്. കണ്ടില്ലേ നോക്കി, നമ്മൾ പോകുന്ന കണ്ടില്ലേ? അപ്പുറത്തെ ഭാഗത്ത് ഞാനിപ്പം നമ്മുടെ ഐലൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എത്തി. അപ്പുറത്തെ ഭാഗത്ത് വൻ തിര അടിച്ചുകൊണ്ടിരുന്നപ്പം ഇത് കണ്ടില്ലേ, ഇവിടെ തിരയില്ല. കുറച്ചൊക്കെ തിര വേണം അല്ലേ? ഇത് തിര ഇല്ലാണ്ട് കിടക്കുമ്പോൾ ഒരു സുഖമില്ല. പക്ഷെ ഒരു ഇച്ചിരി തിര ഉണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളിപ്പോൾ വേറൊരു ഐലൻഡിലേക്ക് പോവാണേ. ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐലൻഡ് ശരിക്കും ഇങ്ങനെ ഈ ഒരു കണ്ടൽ കാടുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നൊരു മറ്റൊരു ഐലൻഡാണ്. വേറെ ഒരു ഹാർബർ ഉണ്ട് ഇവിടെ, ഫിഷിംഗ് ഹാർബർ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ മൊത്തം കോഴിയാണ് ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ പശുവാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം കോഴികളാണ്. നോക്കിയേ എന്തോരം കോഴികളാണ് നോക്കിയത് നടക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ
വീടുകളാണ്. ആൾക്കാർ വളർത്തുന്ന കോഴികളാണെന്ന്, വളർത്തുന്ന കോഴിയാണോ എന്താണെന്നറിയില്ല. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ കോഴികളൊക്കെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ നടക്കുന്ന കാണാം. ആരും പിടിച്ചോണ്ട് പോകത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും, ആ ഒരു ധൈര്യത്തിലായിരിക്കും. ചുമ്മാ അലച്ചോണ്ടിരിക്കുക കോഴിയൊക്കെ. ഇതൊരു ഇവിടുത്തെ ഒരു വില്ലേജാണ്, ഒരു ഹാർബർ വില്ലേജ് എന്ന് പറഞ്ഞ്. ഇത് കോഴിയുടെ അല മാത്രമേ ഉള്ളല്ലോ. ഹാർബർ വില്ലേജ് എന്ന് പറഞ്ഞൊരു വില്ലേജാണിത്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കണ്ടത്, നോക്കാൻ വേണ്ടി വന്നാൽ ഞാൻ. ഒക്കെ സാധാരണ ആൾക്കാരുടെ വീടാണ്, മേളിലും താഴെയും എല്ലായിടത്തും. അതിനിടയ്ക്ക് പുത്തൻ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും വീടിൻ്റെ മുമ്പിൽ ബോട്ട്, പിന്നെ ജിമിനി. ഇത് റെന്റിന് കൊടുക്കുന്ന വണ്ടിയാണ് ജിമിനി. അടിപൊളി 2 കളറിലുള്ള ജിമിനി. ഞാൻ നോക്കിയാ ജിമിനി റെന്റ് എടുക്കണം. $250 അവർ ചോദിച്ചത് ഒരു ദിവസത്തേക്ക്. ഇത് ഇവിടുത്തെ ഒരു പഴയ വീടാണ് കേട്ടോ. ഇത് ആൾക്കാർ താമസിക്കുന്ന വീടാണ്, അല്ല ഹോം സ്റ്റേ അങ്ങനത്തെ പരിപാടിയുള്ള ഒന്നുമല്ല. ഇതൊക്കെ ആൾക്കാരുടെ റെസിഡൻഷ്യൽ ഹൗസുകളാണ്. കണ്ടില്ലേ, സാധാരണ കുഞ്ഞു വീടുകളൊക്കെ. അടിപൊളിയാണേ. മിക്കതും തടി കൊണ്ടുണ്ടാക്കിയ വീടുകളാണ്. തടി. ഞാൻ ഇവിടുത്തെ ഒരു അടിപൊളി സ്ഥലം കാണിച്ചു തരട്ടെ. ഇത് ഇവിടുത്തെ ബോട്ട് യാർഡാണ്, വെസ്റ്റ് എൻഡ് ബോട്ട് യാർഡെന്ന് പറഞ്ഞോണ്ടേ. അതായത് ഈ പായ്ക്കപ്പലുകളാണ് ഈ കിടക്കുന്നത്. നോക്കിയേ, പക്ഷെ എൻ്റെ അമ്മ, ഇതൊക്കെ എത്ര കോടി രൂപ വില വരുന്ന സാധനങ്ങളായിരിക്കും. ഇതൊക്കെ ഇതിൽ ഡോക്ക് ചെയ്തിട്ടിരിക്കുക, അതിൻ്റെ മേളിൽ കയറ്റിയിട്ടിരിക്കുകയാണ്. ഇത് ചിലപ്പോൾ മെയിൻ്റനൻസിനോ അങ്ങനെ എന്തെങ്കിലും പർപ്പസിനൊക്കെ ആയിട്ട് മേളിൽ കയറ്റിയിട്ടിരിക്കുന്നതായിരിക്കും. നോക്കി, ഇതിങ്ങനെ സെയിലിങ്ങിന് പോകും കൈസ് ആൾക്കാർ. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ലേ? ഇതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ സെയിലിങ്ങിന് പോയിട്ട് കടലിലൂടെ ഇങ്ങനെ വാൻ ലൈഫ് പോലെ ഇങ്ങനെ സെയിലിംഗ് എന്ന് പറഞ്ഞൊരു വലിയൊരു ഒരു സംഭവം തന്നെയുണ്ട്. മനസ്സിലായില്ലേ? അത്തരത്തിൽ ഇങ്ങനെ നടക്കും. അതിന് പ്രാന്തമുള്ള ആൾക്കാരുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ അവരിങ്ങനെ സെയിൽ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്ത് ലൈഫല്ലേ, ഇങ്ങനെ സെയിൽ ചെയ്ത് ലോകം മുഴുവൻ കറങ്ങി നടക്കുന്ന ആൾക്കാരുണ്ട്. പല പല രാജ്യങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എന്ത് വലുതല്ലേ ഇത്, ആലോചിക്കേ. ഇതൊക്കെ ഇത് too big, man. Can you imagine staying in this boat for couple of months? മാസങ്ങളോളം ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ബോട്ടിൽ. അതിനകത്തൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ബെഡ്റൂമും പിന്നെ കിച്ചണും ബാക്കിയുള്ള പരിപാടികളും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. ഇത് കാറ്റമറൻ ടൈപ്പ് യോട്ടുകളാണ്. അപ്പോൾ വെസ്റ്റ് എൻഡ് ഭാഗത്താണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ള ഒരു ഐലൻഡ്, അപ്പുറത്ത് വേറൊരു ഐലൻഡ്, പിന്നെ അങ്ങ് ദൂരെയൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ഐലൻഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു മറീന ഏരിയയിലാണ്. മറീന, ഹാർബർ, അങ്ങനത്തെ സ്ഥലങ്ങൾ. അതായത് ഈ യോട്ടുകളും ബാക്കിയുള്ള ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വന്നിട്ട് അവർക്ക് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാനും അതേപോലെ ഫുഡ് കഴിക്കാനും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൂപ്പർ മാർക്കറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം. അതാണിത്. ബേസിക്കലി ഒരു ഹാർബർ മാർക്കറ്റ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലോട്ടിംഗ് ഡെക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ബാറ്, പിന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് സുവനീർ ഷോപ്പുകളും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അതാണ് ബേസിക്കലി ഇതിന് പോർട്ട് ഓഫീസും പരിപാടികളൊക്കെ ഉണ്ടാവും. അതാണിത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ഈ ബോട്ടിലൊക്കെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് റെൻറ്റിന് കൊടുക്കുന്ന ബോട്ടുകളായിരിക്കും. 2 രീതിയിലുള്ളതും ആവാം. അവരൊക്കെ വരും, ഇവിടെ പാർക്ക് ചെയ്യും, എന്നിട്ട് ഇറങ്ങിപ്പോവും. അങ്ങനെയാണ് അവരുടെ പരിപാടി. അപ്പോൾ ഈ രാജ്യത്തേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇവരുടെ കസ്റ്റംസ് ആൻഡ് ഇമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരിക്കും പിന്നീട് അവരിങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. മീനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, മീനൊന്നും കാണുന്നില്ല. പക്ഷെ നല്ല നീറ്റ് സ്ഥലം, നല്ല വൃത്തിയാണ്. കണ്ടില്ലേ എന്ത് വൃത്തിയല്ലേ. ഇവിടെ ഈ ബോട്ടുകൾ പാർക്ക് ചെയ്യുന്ന ഡോക്യാർഡിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് എന്തിനായിരിക്കും? അതിപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അത് ഇവിടെ ബോട്ടിൽ വരുന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയാണെന്ന്. ആ കടയിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഗൈസ്. ഞാൻ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്നറിയാമോ? ഞാൻ അവിടെ നിന്ന് ഒരു ചിക്കൻ സലാഡ് വാങ്ങിച്ചു. എനിക്ക് ഇന്ന് രാത്രി സലാഡാണ് ഞാൻ കഴിക്കുന്നത്. സലാഡ് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്? കൊറോണ 3 ബിയർ, പിന്നെ ഒരു സലാഡ്, പിന്നെ ഒരു ടൊർട്ടോല, പിന്നെ ഗ്ലോക്കോമോൾ എന്നൊക്കെ പറയാം. ഗ്ലോക്കോമോൾ എന്താ പറയുക, കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേസ്. എല്ലാം കൂടി $20. ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറി ഒരു മീൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം $35-40 വരും. പ്ലസ് ഒരു ബിയറിന് അങ്ങനെ വരും ഒരു $5 $10 വാങ്ങിക്കും. അപ്പോൾ ഒരു $70-80 വരും. ഐ സ്പെൻഡ് ഓൺലി $20. സോ ദാറ്റ്സ് ഹൗ വി സേവ് മണി ഡ്യൂറിങ് ദ ട്രാവൽ ഗൈസ്. ഈ സ്ഥലം കണ്ടോ? ഇവിടെ നിന്നാണ് ഇവരുടെ ഫെറി ബാക്കിയുള്ള സംഭവങ്ങൾ മറ്റൊക്കെ പുറപ്പെടുന്നത്. ഫെറീസും പിന്നെ ഇവരുടെ ലോക്കൽ റെൻ്റലിനൊക്കെ എടുത്തിട്ട് പോകുന്ന ആൾക്കാർക്കുള്ള ആ ഒരു സംഭവമാണ് ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പോയ സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ ഇങ്ങനത്തെ റോഡുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊക്കെ നോക്കി കണ്ട് എടുത്തില്ലെങ്കിൽ വണ്ടിയുടെ അടി ഇടിക്കും. ഇങ്ങനെ പതുക്കെ ഉരുട്ടി ഞാൻ ചെറിയ രീതിയിൽ ഇവിടെ ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയും കൊണ്ട്. എൻ്റെ അമ്മോ ഒന്നും പറയണ്ട. ഞാൻ ഏതൊക്കെയോ വഴികളിൽ കൂടെ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇത്രയ്ക്ക് കാട്ടുവഴികൾ ഈ ബ്രിട്ടൻ്റെ ഐലൻഡിൽ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയല്ല കേട്ടോ.
ഇത് റോഡ് പോലും ടാർ ചെയ്യാത്ത, ഒരു തുള്ളി പോലും കോൺക്രീറ്റ് പോലും ചെയ്യാത്ത സ്ഥലം എന്നൊക്കെ പറയുമ്പോഴേ എന്തോന്നടേ ഇത്. ആ മലയുടെ മുകളിൽ കൂടെ കയറി എന്തോ ആണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടെ എത്തിയെന്ന്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ സ്മഗ്ലേഴ്സ് കോവ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോവ് ഏരിയ ആണ്. ഇവിടെ സ്മഗ്ലേഴ്സ് കോവ് ബീച്ച് ബാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബീച്ച് ബാറൊക്കെ ഉണ്ട്. പക്ഷെ അത് അടച്ചുപൂട്ടി. കാരണം വൈകുന്നേരം ഇപ്പം 5:30 മണിയായി. ഈ സമയത്ത് ആരെങ്കിലും ബീച്ച് വരുമോ? ഇല്ലല്ലോ. നമ്മളൊക്കെ ഈ സമയത്തേ പോകുള്ളൂ. പക്ഷേ ഇവരൊക്കെ ഈ സമയത്ത് ഇവിടെ നിന്ന് പോകും. ഇവിടെ ബീച്ചിൽ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് എല്ലാവരും എന്താ പറയുക, വെയിലുള്ള സമയത്തായിരിക്കും വരുന്നത്. വെയിൽ പോകുമ്പോഴത്തേക്കിനും ഒരുത്തിനും ഇവിടെ വരികയല്ല. സോ യു ക്യാൻ സീ ദിസ് ബ്യൂട്ടിഫുൾ ബീച്ച്. എന്ത് ഭംഗിയല്ലേ ബീച്ചൊക്കെ കാണാൻ. പക്ഷേ ഇവിടെ തിരയുണ്ട്. ഇങ്ങനത്തെ തിരയുള്ള ബീച്ചാണ് ഇവിടെ കൂടുതലും. ഈ ഒരു സൈഡ്, അതായത് ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗം തിരയുള്ള സൈഡും അപ്പുറത്തെ ഭാഗം തിരയില്ലാത്ത സൈഡുമാണ്. അതായത് ലിറ്ററലി ഇവിടെ ഒരു ഭാഗത്ത് കരീബിയൻ സീയും ഒരു ഭാഗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനും. അതാണ് സംഭവം. കരീബിയൻ സീയും അറ്റ്ലാന്റിക് ഓഷ്യനുമാണ് ഈ കരീബിയൻ രാജ്യങ്ങളുടെ അപ്പുറം ഇപ്പുറം ഉള്ളത്. അതുകൊണ്ടാണ് ഈ കരീബിയൻ രാജ്യങ്ങളെന്ന് പറയുന്നത്. കാരണം കരീബിയൻ സീ ഉള്ളതുകൊണ്ടാണ് കരീബിയൻ രാജ്യങ്ങളെന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യനും കരീബിയൻ സീയും ആയിരിക്കും അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഉണ്ടാകുന്നത്. ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ബീച്ചിൽ ഇറങ്ങാം. നല്ല രസമുണ്ടല്ലേ. അവിടെ സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. സൺസെറ്റ്, ഒരു ബീച്ചിൻ്റെ ആ ഒരു പരിസരം നൈസ്. ഇത് രസമല്ലേ. ആരുമില്ല കേസ്. ആകെ 2 പേര് ഇവിടെ ഉണ്ട്. പിന്നെ ഒരാളങ്ങ് അറ്റത്തിരിപ്പുണ്ട്. മൊത്തം 3 പേരേ ഉള്ളൂ ഇവിടെ. വേറെ ആരുമില്ല. ആരുമില്ലാത്ത ബീച്ച്. ഗൈസ് തിരിച്ചു പോകണം. മൊത്തം മറ്റേ ചാടിച്ചാടിയാ പോകുന്നത്. ദിസ് വെഹിക്കിൾ ഈസ് നോട്ട് മീൻ ഫോർ ദിസ്. അയ്യോ, പക്ഷെ രസമല്ലേ, അഡ്വഞ്ചർ അല്ലേ. പക്ഷെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകുന്ന വഴി അറിയില്ല കേസ്. അതാണ് പ്രശ്നം. ഞാൻ ഇതിനാകെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ആ വണ്ടിക്ക് തന്നെ $135. 2 ദിവസത്തേക്കാണല്ലോ റേറ്റ് വരുന്നത്. $30 വെച്ച് ഡെയിലി വേണമെന്ന് ഇൻഷുറൻസ് വേണമെങ്കിൽ. ഞാൻ എപ്പോഴും ഇൻഷുറൻസ് വെച്ച് എടുക്കുന്നതാണ്. പക്ഷേ ഞാൻ എടുത്തില്ല. ഞാൻ പറഞ്ഞില്ല ഇവന്മാർക്ക് റോഡ് ഉണ്ടാക്കാൻ അറിയാൻ മേലാന്ന്. എങ്ങനെയൊക്കെയാ ഇത് ഇത് നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ഇത് മനസ്സിലാവില്ല. ഡീപ്പ് എത്രത്തോളം ഡീപ്പാന്ന് മനസ്സിലാവില്ല കേസ്. ഒരു വണ്ടി മര്യാദയ്ക്ക് ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവന്മാർ പണിത് വെച്ചിരിക്കുന്നത്. നോക്കിക്കോണേ, നീ ഇറക്കി കഴിയുമ്പോഴത്തേക്കും നേരെ നമ്മൾ കടലിലേക്കായിരിക്കും പോകുന്നത്. കണ്ടോ എങ്ങനെയൊക്കെയാണോ ഇവിടെ റോഡ് പണിത് വെച്ചിരിക്കുന്നത്. ഇവിടെ ആൾക്കാർ സർഫിങ് ചെയ്ത് തകർത്തോണ്ടിരിക്കുകയാണ്. ടൊട്ടോല ലോങ് ബേ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ടൊട്ടോല ലോങ് ബേ. ഇവിടെ എല്ലാ ആൾക്കാർ സർഫിങ്ങിന്റെ അവിടെ കുറെ എണ്ണം ഉണ്ട് സർഫ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മുടെ ഹോട്ടലിന്റെ ആ ഭാഗത്താണ് ഭയങ്കരമായിട്ട് തിരയടിക്കുന്ന പ്രദേശം. ഇവിടെ ഭയങ്കര തിരയാണ്. രാത്രി മിക്കവാറും തിരയടി കേട്ടിട്ട് കിടന്നുറങ്ങാം. ഇവിടെ കണ്ടോ നല്ലൊരു അടിപൊളി കോട്ടേജ്. അവിടെ മേളിലൊക്കെ നോക്കടാ ഉമ്മാർ എങ്ങനെയൊക്കെയാണോ പണിത് വെച്ചിരിക്കുന്നത്. നോക്കിയാൽ ബീച്ച് ഫേസിങ് കോട്ടേജുകൾ മലയുടെ മേളിലെല്ലാം പണിത് വെച്ചിരിക്കുകയാണ്. കണ്ടില്ലേ, എല്ലായിടത്തും ഉണ്ട്. കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഈ സ്ഥലം. ഇത് കൊള്ളാല്ലേ. ഇത് ആരുടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. അവിടെ എന്തോ എൻഗേജ്മെന്റോ എന്തോ ഒരു പരിപാടി നടക്കുകയാണ്. അവിടെ എന്താ പരിപാടി മനസ്സിലാകുന്നില്ല. എന്തോ ഒരു സംഭവം നടക്കുകയാണ്. റോഡിലാണെ മൊത്തം കോഴി പേടിച്ച് വേണം വണ്ടി ഓടിക്കാനായിട്ട്. ഇത്രയും കോഴികളുള്ള ഒരു രാജ്യം ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇതും കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി കോട്ടേജുകൾ കണ്ടോ. ഇത് മറ്റേ റൈറ്റ് ഓൺ ദ ബീച്ചാണ്. നല്ല പൈസ ആയിരിക്കും. മിനിമം ഒരു $1000 കൊടുക്കണം. 1000 ഒന്നും കിട്ടത്തില്ല. അതിന് മേലെ കൊടുത്താൽ ഇതൊക്കെ കിട്ടുള്ളൂ. ഒരു $1000-1500 കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇതൊക്കെ ആരെങ്കിലും പ്രൈവറ്റ് സ്ഥലങ്ങളായിരിക്കും. ഇവിടുത്തെ ഒരു വീടാണ് ഈ കാണുന്നത്. വീടാണോ ഹോം സ്റ്റേ ആണോ എന്നറിയത്തില്ല. വീടാ റൈറ്റ് ഓൺ ദ ബീച്ചാണ്. അപ്പോൾ മിക്കവാറും ഹോം സ്റ്റേ ആയിരിക്കും. റിസോർട്ടുകളും ഹോം സ്റ്റേകളും അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. ബീച്ച് റെന്റൽസ് അവൈലബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നുണ്ടോ. നമുക്ക് ഇനി സീ സൈഡിൽ കൂടെ നമുക്ക് ഒരു ഡ്രൈവ് പോവാം. ഇവിടെ ആൾക്കാർ സർഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു സ്ത്രീ അവിടെ ഇരുന്ന് സർഫ് ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോ എടുക്കുന്നുണ്ടാണ്. ഇനി നമ്മൾ ലിറ്ററലി നമ്മുടെ ഈ ഒരു തിര ആഞ്ഞടിക്കുന്ന കടൽ തീരത്തൂടെ ആയിരിക്കും നമ്മൾ ഡ്രൈവ് പോകുന്നത്. എൻ്റെ ഹോട്ടലിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ശരിക്കും തിര റോഡിൽ വരെ വന്ന് അടിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ കംപ്ലീറ്റ് സർഫിങ് സ്പോട്ടാണ്. ആൾക്കാരെല്ലാം സർഫിങ്ങിന് വരുന്ന ആൾക്കാരാണ് എല്ലാവരും. കണ്ടോണോ ഞാൻ എത്ര അടുത്തൂടെ പോകുന്നതെന്ന് നോക്കിയേ. ഞാൻ എൻ്റെ വണ്ടിയിലെ എത്ര അടുത്തൂടെ പോകുന്നതെന്ന് നോക്കിയാണ്. ഇത്രയും അടുത്തൂടെ ഞാൻ പോകുന്നത്. ഈ തിര ഇവിടെ റോഡിൽ വരെ തിര വരും. കണ്ടോ അതാണ് സംഭവം. ഇല്ലേ കണ്ടോ റോഡിൽ വരെ തിര വരും. കണ്ടില്ലേ റോഡിലൊക്കെ തിര അടിച്ച് വന്ന് കിടക്കുന്നത് കണ്ടോ. നല്ല ശക്തിക്ക് ആഞ്ഞടിക്കുന്ന തിര അടിക്കുന്ന സ്ഥലം ഇത്. നമുക്കിവിടെ വെയിറ്റ് ചെയ്തൊരു തിര കിട്ടുമെന്ന് നോക്കാം. നമ്മൾ വിചാരിച്ച് നിന്നാൽ കിട്ടത്തില്ല. ഞാനിപ്പോൾ പുറത്തിറങ്ങി ഒരു കല്ലെടുക്കാൻ പോയാൽ ചിലപ്പോൾ എനിക്ക് തിര കയറണം കിട്ടിയെന്നിരിക്കും. അല്ലെങ്കിൽ ഇഷ്ടം പോലെ തിര അടിക്കും. ഇവിടെ റോഡിലൊക്കെ വെള്ളം കിടക്കുന്നുണ്ടല്ലോ. അതെല്ലാം തിര അടിച്ച് വരുന്ന വെള്ളമാണ്. എനിക്ക്
ഇവിടെ കുറച്ചും കൂടെ അടുത്താ നോക്കി. അയ്യോടാ ഒന്നും പറയണ്ട, എന്തൊക്കെ പരിപാടികളാണ്. അതുകൊണ്ട് ഇവിടെ തിരയടിച്ച് റോഡിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ആ റോഡ് എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി കല്ലിട്ടിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ. റൈറ്റ് ഓൺ ദ ബീച്ച് ഗൈസ്. നോക്കൂ ഞാൻ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഐ ആം ഇൻ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ്. നോക്ക് ഗൈസ്, നോക്കൂ നോക്ക് മക്കളെ നോക്ക്. ഈ ഒരു സംഭവം വേറെ എവിടെയെല്ലാം കിട്ടുമോ ഗൈസ്? എന്റെ സ്റ്റിയറിംഗിൽ വരെ വെള്ളം വീണ്. എവിടെ ഫുള്ള് വെള്ളം വന്ന് വീണ് ഗൈസ്. നോക്കിയേ, ഇപ്പൊ 2 തര അടിച്ചതാ. എടുത്തോണ്ട് പോ, ഇല്ലെങ്കിൽ വണ്ടി മൊത്തം ഉപ്പുവെള്ളമാവും. അയ്യാ, ആ ഒരു പൂതി അങ്ങോട്ട് മാറി കിട്ടി. അയ്യോടാ മോനെ, ഇത് സെറ്റപ്പാട്ടോ, അല്ല കിടില സ്ഥലം കേട്ടോ ഇത്. എന്തായാലും നമ്മളിനിയിപ്പോൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. ഹോട്ടലിലേക്ക് പോകാനാണ് ഞാൻ തിരിച്ചു പോകണം. ഞാൻ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ടേക്ക്. അമേസിങ്, ബ്യൂട്ടിഫുൾ അല്ലേ? കണ്ടോ, തിരയടിച്ച് കയറുന്ന കണ്ടോ നോക്കി. തിരയടിച്ച് കടൽ തീരത്തോട് നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിന് തിരയടിച്ച് ഇങ്ങനെ നമ്മുടെ മുഖത്തോട്ട് വണ്ടിയിലിരുന്ന് തിരയടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പോകാൻ പറ്റും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അയ്യോടാ കൊള്ളാം, എന്നാ പരിപാടിയല്ലേ. ഐ എം ബാക്ക് ടു മൈ ഹോട്ടൽ. ഞാൻ വണ്ടി ഇവിടെ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലിട്ടു. ഇവിടെ കടൽ തീരത്താണ് എൻ്റെ വണ്ടിയുടെ ഹോട്ടലും എല്ലാ സംഭവങ്ങളും ഇവിടെ കടൽ തീരത്താണ്. സോ ഇവിടെ സെബാസ്റ്റ്യൻ്റെ ഹോട്ടലിൻ്റെ സൈഡിൽ നമ്മൾ പാർക്ക് ചെയ്തു. സോ ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ് ഗായ്സ്. അടിപൊളിയല്ലേ? നെക്സ്റ്റ് ഡേ രാവിലെ നമ്മുടെ കടൽ തീരത്തൂടെ ഓടാൻ ഇറങ്ങിയതാണ്. എന്താ രസം കേട്ടോ. രാവിലെ ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് ഓടി, ഇനി 1 കിലോമീറ്റർ തിരിച്ചോടണം. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യണം എന്നുള്ള മോഹത്താൽ കുറച്ച് നാളായിട്ട് ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഒരു 5K മാരത്തോണെങ്കിലും ഓടണം. ഇവിടെ ഇങ്ങനെ വെള്ളം തെറിച്ചുകൊണ്ടിരിക്കും. ആ രീതിയിലാണ്. നമ്മുടെ ഇന്നലെ പോയില്ലേ, കണ്ടില്ല അത്. ഇവിടെ എങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വെള്ളം തെറിക്കും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. രാവിലെ ആൾക്കാർ സർഫിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഹായ് ഗൈസ്. അങ്ങനെ രാവിലെ ഓടിക്കതച്ച് ക്ഷീണിച്ച് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ 2.5 കിലോമീറ്റർ ഓടി, വലിയ കാര്യമൊന്നുമല്ല. ഇന്നലെ ഞാൻ 1.5 കിലോമീറ്ററാണ് ഓടിയത്. ഇനി പതുക്കെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുവരണം. നല്ല കിതപ്പുണ്ട്. കാരണം ഈ വണ്ടി എടുത്ത് കാർ രണ്ടിനെടുത്ത് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വാക്കിംഗ് കുറവാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഞാൻ നല്ലതായിട്ട് വാക്ക് ചെയ്യുന്ന ഒരു ഡെയിലി ഒരു 10 കിലോമീറ്ററൊക്കെ നടക്കുന്ന. കാറിന് രണ്ടിനടുത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് നടത്തമില്ല, അതാണ് പ്രശ്നം. സോ ഐ എം ജസ്റ്റ് നിയർ മൈ ഫേവറേറ്റ് ഊഞ്ഞാൽ. ഞാൻ രാവിലെ ഇവിടെ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സീ സൈഡിൽ ഇരുന്ന്. എന്തായാലും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടേ പോവുള്ളൂ. അതിന് മുമ്പ് കുളിച്ചിട്ട് വരണം. കുളി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രോപ്പിക്കൽ ഗാർഡൻ ഫോറസ്റ്റ് റൂമിലേക്ക് എത്തി. ഈ ഒടിഞ്ഞു കിടക്കാണല്ലോ, എന്നല്ല ഇത് ഒടിഞ്ഞു കിടക്കാണല്ലോ, എന്താ എടുക്കാത്ത? താങ്ങ് കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടിക്ക് ഇവരും ചെയ്യുമല്ലോ. എൻ്റെ അപ്പം പണ്ട് വാഴയ്ക്ക് താങ്ങ് കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. തെങ്ങിനൊക്കെ നമ്മൾ വലിച്ചു കെട്ടത്തില്ലേ, അതേപോലെ എന്താ പറയുക, താങ്ങൊക്കെ കൊടുത്തിട്ടിരിക്കുകയാണ് സെറ്റാക്കി. ഒടിഞ്ഞിട്ടും അതിൻ്റെ താങ്ങ് കൊടുത്ത് അത് വിളഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അത് വിളയാൻ വേണ്ടി സെറ്റാക്കി വെച്ചിരിക്കുക അല്ലേ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു. ഇതിന് ഈ ഒരു സാധനത്തിന് ഏകദേശം $15 മറ്റോ ആണ്. $15 ഐ ഗസ് ബ്രേക്ക്ഫാസ്റ്റ്. 15 ആണോ 20 ആണോ എന്ന് കാര്യത്തില്ല. എന്തായാലും ഈ കടൽ തീരത്ത് വന്നിട്ട് ഈ ഒരു ആംബിയൻസിലിരുന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എന്താ പിന്നെ അതിനകത്തൊരു ഫൺ അല്ലേ. സോ ഇത് ഓംലെറ്റ്, ബ്രെഡിൻ്റെ കഷ്ണം, പിന്നെ കിഴങ്ങ് പുഴുങ്ങിയത്, കുറച്ച് കാർബ്, സോറി പുഴുങ്ങതല്ല വറുത്തത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞാൻ ചെക്കൗട്ട് ചെയ്ത് നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്നറിയോ? 4 മണിക്കാണ് ഫ്ലൈറ്റ്. സോ വി ഹാവ് പ്ലൻറ്റി ഓഫ് ടൈം ടുഡേ. പ്ലൻറ്റി ഓഫ് ടൈം പറഞ്ഞാൽ അതേ സമയമില്ല, 11 മണിയായി. രാവിലെ ഞാൻ എണീറ്റ് പതുക്കെയാണ് ഇന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കിയത്. സോ അവർ വണ്ടി ഈസ് ഹിയർ ഗൈസ്. ഞാൻ രാവിലെ വണ്ടി എടുത്തിട്ട് നമ്മുടെ സ്മഗ്ലേഴ്സ് ബീച്ചിൽ വന്നു. സ്മഗ്ലേഴ്സ് ബീച്ച് ഞാൻ ഇന്നലെ വൈകിട്ട് വന്നത്. എനിക്ക് ഈ ബീച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ ഈ ബീച്ചിൽ വന്നിട്ട് ഞാനിവിടെ ഡ്രോണൊക്കെ പറത്തി. എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇവിടുത്തെ ബീച്ച്. പക്ഷേ ഭയങ്കര തിരയുണ്ട്. പക്ഷേ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അവിടെയുള്ള അത്രയ്ക്ക് തിര ഈ ഭാഗത്തില്ല. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. ഇതിനപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു കുളം പോലത്തെ ഒരു സ്ഥലമുണ്ട്. കുളം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു കടലിനോട് ചേർന്നുള്ള ഒരു ലേക്ക് എന്നൊക്കെ വേണം പറയാം. അത്തരത്തിൽ ലേക്ക് പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ അതിനപ്പുറത്ത് ഒരു കുഞ്ഞ് ദ്വീപ് പോലത്തെ ഒരു മല, പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു ലോങ് ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ച് വേറെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. പിന്നെ അതിനിടയ്ക്ക് തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള നല്ല അടിപൊളി വില്ലകൾ, സീ ഫേസിങ് ആയിട്ടുള്ള വീടുകളും മറ്റൊക്കെ മലയുടെ മേളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാനായിട്ട് ഒരു പ്രത്യേക ചന്തം തന്നെയാണ്. ഓരോ രാജ്യവും വ്യത്യസ്തമാണ് കേസ്, മനസ്സിലായില്ലേ?
ഇപ്പം ഞാൻ കരീബിയൻ ട്രിപ്പ് തുടങ്ങുമ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചത് എല്ലായിടത്തും ബീച്ചും കടലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഓരോ രാജ്യവും വ്യത്യസ്തമാണ്. ഞാൻ ആക്ച്വലി വിമാനമെടുത്ത് ഇങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിച്ചത് വളരെയധികം ഉപകാരപ്രദമായി. കാരണം ഞാനൊരു ക്രൂസ് ട്രിപ്പിൽ യാത്ര ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു രാജ്യത്തിൻ്റെ കൾച്ചറും ഓരോ കാര്യങ്ങളും മനസ്സിലായി ലോക്കൽസായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റത്തുണ്ടായിരുന്നില്ല. കാരണം ക്രൂസ് ട്രിപ്പിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ഓരോ ദിവസം കിട്ടും. അവിടെ നിന്ന് ടാക്സി എടുത്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയ പോർട്ടിന് സമീപത്തുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണും. അതിനപ്പുറത്തേക്ക് ഒരു ലോക്കൽ ലൈഫോ ഒരു സംഭവങ്ങളോ ഒന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, ശരിക്കും എനിക്ക് വീഡിയോയിൽ പോലും കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാനിവിടെ ചെയ്യുകയും എക്സ്പീരിയൻസ് ചെയ്യുകയും സംഭവിച്ചു. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ്, അതൊക്കെ എനിക്ക് ഭാവിയിൽ കരീബിയൻ യാത്രകളെ പറ്റിയുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് കഴിഞ്ഞാൽ എല്ലാ കരീബിയൻ രാജ്യങ്ങളും ഫിനിഷ് ചെയ്തതിന് ശേഷം കരീബിയൻ യാത്രകളെ പറ്റി ഞാൻ ഒരു പുസ്തകം എഴുതുമ്പോഴത്തേക്കിനും എനിക്കകത്ത് പല കാര്യങ്ങളും എഴുതാൻ സാധിക്കും. അത്തരത്തിലുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കിവിടെ വന്ന് ലഭിച്ചിട്ടുണ്ട്. സോ അതൊക്കെ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. എന്തായാലും റിയലി എക്സൈറ്റഡ്. ഇവിടെ എന്താ സംഭവിച്ചു? എന്താ സംഭവം ഇവിടെ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? എന്നാ പരിപാടി ഇവിടെ? എന്തൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്താ ഇവിടെ ആൾക്കാരൊക്കെ കൂടി കിടക്കുന്നത്? ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞായറാഴ്ച പള്ളിയാണ് അവിടെ. അതാണ് സംഭവം. ഞാൻ വിചാരിച്ചു എന്ത് ഇവിടെ ഇത്ര തിരക്കെന്ന്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സംഭവിച്ചെന്ന്. ഇവിടെ ഈ സീ സൈഡിലുള്ള ഒരു ചർച്ചാണ്. സെവൻത്ത് ഡേ ആണെന്ന് തോന്നുന്നു. എന്തോ ഒരു സെവൻത്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച് അങ്ങനെ എന്തോ ആണെന്ന് തോന്നി ഞാൻ കണ്ടത്. ഇപ്പം കടൽ തീരത്തൊക്കെ ഉള്ള വീടുകളൊക്കെ നോക്കി എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. അതായത് കടൽ തീരത്ത് ശരിക്കും ഒരു രക്ഷയില്ല ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐലൻഡ് ലൈഫ്. ഏതെങ്കിലുമൊക്കെ ഐലൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഐലൻഡിലൊക്കെ പോയി കുറേ നാൾ ജീവിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐലൻഡ് ലൈഫ് ഒരു പ്രത്യേക ലൈഫാണ്. കാരണം ചെറിയ സ്ഥലമായിരിക്കും, അവിടുത്തെ എല്ലാ ആൾക്കാരും നമുക്ക് അറിയായിരിക്കും. പ്രത്യേകിച്ച് കുഞ്ഞ് ഐലൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഫണ്ണാണ് ശരിക്കും. എന്താ പറയുക, കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും കാര്യങ്ങളൊക്കെ. പല സംഭവങ്ങളും ഈ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി പ്രശ്നങ്ങളും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മെഡിക്കൽ എമർജൻസീസ് വരുമ്പോൾ ഉള്ള ഇവാക്യുവേഷൻസ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ടാവും. ശരിക്കും അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഐലൻഡ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫീല് തരുന്നൊരു സംഭവമാണ്. ഈ റോഡ് കണ്ടോ? ഇത് കണ്ടോ? കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന പോലില്ലേ? അതാണ് റോഡ്. എൻ്റെ അമ്മ, ഇവിടുത്തെ മലയുടെ മുകളിൽ നിന്നെല്ലാം താഴേക്ക് ഇതേപോലെ യമണ്ടൻ റോഡുകളുണ്ടാവും. എന്തൊക്കെയല്ലേ ഇതിപ്പോൾ. ഇങ്ങനത്തെ ഒരു കോവ് പോലത്തെ ഒരു സ്ഥലമാണ് കണ്ടല്ലേ. ഇതിൻ്റെ താഴെ അവിടെ കുറേ ബീച്ചുകളും ബാക്കിയുള്ള സംഭവങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസാ. കരീബിയനിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും മോശം അവസ്ഥയിലിരിക്കുന്ന 2 സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് പറയട്ടെ. അതിന് ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അത് ടർക്സ് ആൻഡ് കൈക്കോസും നമ്മുടെ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡും ആയിരിക്കും. വന്നം പിടിച്ച റോഡ്. ടർക്സിൽ പിന്നെ കുറച്ചുകൂടെ ബെറ്റർ റോഡായിരുന്നു. ഇവിടുത്തെ റോഡും അതും ഇതൊക്കെ ഇവർ എങ്ങനെ എന്നിട്ട് ടൂറിസം വെച്ചിട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ടൂറിസം വെച്ചവന്മാർ പൈസ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെയൊക്കെ എക്സ്ട്രീംലി എക്സ്പെൻസീവ് ആണ്. ഈ കാണുന്ന ബീച്ച് കോട്ടേജുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നല്ല കത്തിയാണ്. അപ്പോൾ ഇത്രയൊക്കെ മിനിമൽ സംഭവങ്ങൾ വെച്ചിട്ട് പോലും ദേ ആർ മേക്കിംഗ് ഹെൽ ലോട്ട് ഓഫ് മണി. എന്നിട്ടും നമുക്ക് അവിടെ ലക്ഷദ്വീപ്, ആൻഡമാൻ ഇതുവരെ ഇപ്പോഴും നമ്മൾ ഇന്ത്യക്കാർക്ക് ലക്ഷദ്വീപ് പോകണമെങ്കിൽ എന്തൊക്കെ കടമ്പാളാണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വരെ വേണം. എനിക്കറിയത്തില്ല ഇതിനും മാത്രം. അത് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമോൺ മാൻ, സ്ട്രാറ്റജിക് ലൊക്കേഷനിൽ ആൾക്കാരെ കടത്തിവിടണം. പണ്ട് നമ്മുടെ ഈ ലഡാക്കിലും ബാക്കി കശ്മീർ ബോർഡറിലും പാകിസ്ഥാൻ ബോർഡറിലും ചൈനീസ് ബോർഡറിലും ഒന്നും ആൾക്കാരെ കടത്തിവിടാതെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അവിടെ മൊത്തം ചൈനയും പാകിസ്ഥാനും ഇങ്ങോട്ട് കയറി മാന്തിയത്. അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങോട്ട് കയറി മാന്തുമായിരുന്നു. ഒരിക്കലും ഇല്ല. അപ്പോൾ ബോർഡറിലേക്കും ബാക്കിയുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷൻസിലേക്കും ആൾക്കാരെ കടത്തി വിട്ടത് ടൂറിസ്റ്റിക് ലൊക്കേഷനാക്കി അവിടുത്തെ ജനങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ചെയ്യേണ്ട കാര്യമാണ്. ഐ ഡോണ്ട് നോ വാട്ട്സ് റിയലി ഹാപ്പനിങ് ദെയർ. എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ റെഡി ആകുമായിരിക്കും. ഓരോ നാട്ടിൽ പോയി അവരൊക്കെ ബീച്ച് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും നമുക്ക് ആകെയുള്ള 2 ഐലൻഡാണ് ആൻഡമാനും ലക്ഷദ്വീപ് ഐലൻഡുകളും. ആകെയുള്ള 2 ദ്വീപ് സമൂഹങ്ങളാണ്. നമുക്ക് അതേ ഉള്ളൂ, വേറൊന്നുമില്ല. എത്ര വിദേശികളെ അവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്? നിങ്ങൾ തന്നെ കണക്ക്. എത്ര വിദേശി ലക്ഷദ്വീപ് പോകുന്നുണ്ട്? നമുക്ക് തന്നെ പോകാൻ പാടാം. അന്നേരം വിദേശി വരാൻ പോകുന്നത്. വിദേശത്തുനിന്ന് എത്ര ഫ്ലൈറ്റ്സ് ആൻഡമാനിലേക്ക് ലക്ഷദ്വീപിലേക്ക് കൊണ്ട്? ഒന്നുമില്ല. നൺ, സീറോ. ചിന്തിക്കേണ്ടതല്ലേ എന്താ സംഭവിക്കുന്നത്, എന്താ സംഭവിക്കാത്തതെന്നൊക്കെ. ഇത്രയൊക്കെ ഉള്ളു. അങ്ങനെ കറങ്ങി ഞാൻ വീണ്ടും താഴെ സീസൈഡ് എത്തി. ഇനി വീണ്ടും മല കയറി പോകും നമ്മൾ. മല കയറി ഇറങ്ങി അങ്ങനെയാണ് ഇവിടുത്തെ വഴികളല്ല. ഈ കുന്തമാണെ കയറുന്നുമില്ല. ഇതെന്ത് എഴച്ചില്ല വണ്ടി. AC ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഓൾട്ടോ 800 കയറുന്ന പോലെ തന്നെ
ഇരുട്ട് പോലെ കയറി പോകും. അല്ലെങ്കിൽ എ സി ഇട്ടിട്ടാണെ കയറുകയല്ല, ഞാൻ എ സി ഒക്കെ ഓഫ് ആക്കിയിട്ടാണ് ഓടിക്കുന്നത്. എനിക്കങ്ങ് ദൂരെ എയർപോർട്ട് കാണാട്ടോ. ഞാനിങ്ങനെ വലിയൊരു മല ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് എയർപോർട്ടിലേക്ക് പോകണം. ഇവിടെ നിന്ന് ഇനിയുണ്ട് ഒരു 10-20 മിനിറ്റ് എടുക്കും. ഒരു 8 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങ് ദൂരെ എയർപോർട്ടും റൺവേ ഒക്കെ കാണാമായിരുന്നു. ഇപ്പോൾ വണ്ടി തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഫുൾ ടാങ്ക് അടിക്കണം. ഇവിടെ എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കത്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. 2.5 ഗാലൺ $10 ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ അവർ അടിച്ചു തരും. $10. താങ്ക് യു. അവരെന്നോട് ഹാവ് എ ഗുഡ് ഡേ എന്ന് പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഈ സംഭവം എന്ന് പറയുന്നത്. നമ്മളും പറയണം അതേപോലെയൊക്കെ, ഹാവ് എ ഗുഡ് ഡേ, ഹാവ് എ നൈസ് ഡേ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറയണം ഗൈസ്. ഇവിടുത്തെ ആൾക്കാർ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്, നിങ്ങൾ കേട്ടതല്ലേ? പക്ഷേ എനിക്ക് ഇവിടുത്തെ ഇംഗ്ലീഷ് മനസ്സിലാക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ പോകുന്ന ഓരോ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ഡയലക്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ആൾക്കാരുടെ ഭയങ്കര ഡിഫറെൻറ്റ് സ്ലാങ് ആണ്. എനിക്കറിയില്ല, സ്ലാങ് അല്ല, ഇവിടുത്തെ ആൾക്കാരുടെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്സെൻ്റ് ആണ്. നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. ചില സ്ഥലത്ത് നമുക്ക് വളരെ ഈസിയാണ്, പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ഭയങ്കര പാടാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് മലയാളികളൊക്കെ കൂടുതലായിട്ട് സെറ്റിൽഡ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലാണ്. സ്പാനിഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ കുറവാണ്. ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലാണ് കൂടുതലുള്ളത്. എന്നാലും സ്പാനിഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലുണ്ട്. നമ്മൾ സൗത്ത് അമേരിക്ക ഒക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ ധാരാളം മലയാളികളുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. സോ അങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പം ഇവിടെ ഞാനൊരു മലയാളി ഒന്നും കണ്ടൊന്നുമില്ല. ഞാൻ ഒരു ഇന്ത്യക്കാരനെ പോലും ഞാൻ ഇവിടെ എവിടെയും കണ്ടില്ല. പക്ഷേ ഗ്രാൻഡ് ഫാദേഴ്സായിട്ട് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ഈ ഗയാനയിലും ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലും ഒക്കെ ഉള്ള ആൾക്കാരെ ഞാൻ ഇവിടെ 1-2 പേരെയൊക്കെ കണ്ടായിരുന്നു. ഇന്ത്യൻ, അതായത് അവരുടെ 1, 2, 3 തലമുറ ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് സെറ്റിൽഡായിട്ട് പണ്ട് വന്ന ആൾക്കാരുണ്ടല്ലോ. പണ്ട് പണിക്കായിട്ടൊക്കെ ബ്രിട്ടീഷുകാരും അതിന് മുമ്പ് ആൾക്കാരൊക്കെ കൊണ്ടുവന്ന ആൾക്കാർ, ഇവിടെ വന്നവർ, ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ കണ്ടു. എയർപോർട്ടിൻ്റെ റൺവേ കേട്ടോ ഇതിന് തൊട്ടപ്പുറത്ത്. ഇതിനിവിടെ ഇവിടെ എന്തോ ഒരു ബീച്ച്, എന്തോ ഒരു ലോങ് ബേ ബീച്ചോ അങ്ങനെ എന്തോ ഒരു ബീച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ബോർഡ് കണ്ടു. എന്നാൽ പിന്നെ നമുക്ക് ഒരു അരമണിക്കൂറുടെ സമയമുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ പല സ്ഥലത്തും റോഡ് പോലും ഇല്ല കേസ്, എല്ലാം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് കണ്ടില്ലേ. ഇവിടെ നിറച്ച ആൾക്കാരുണ്ടല്ലോ. ഇത് സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത് ജസ്റ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ബീച്ചാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ വന്നിങ്ങനെ ചില്ലടിച്ചിരിപ്പുണ്ട്. ഇവിടെ ഒരു ബീച്ച് ഷാക്ക് ഉണ്ട്. എല്ലായിടത്തും ബീച്ചിൽ പോയി കഴിഞ്ഞാൽ ബാറും റെസ്റ്റോറൻറ്റും, അത്രയൊക്കെ തന്നെ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. എയർപോർട്ടിൻ്റെ സമീപത്തുള്ള ബീച്ചാണ് ഗൈസ്. ഇവിടുത്തെ റൈറ്റ് സൈഡിൽ ശരിക്കും ആ കാടിൻ്റെ അപ്പുറത്ത് എയർപോർട്ടിൻ്റെ റൺവേ ആണ്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാൻ പറ്റില്ല, കാരണം അത് മറ്റേ സൈഡിൽ കൂടെ വരുന്നത്. ഇവിടെ നിന്ന് ചിലപ്പോഴേ കാണാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളത് ബീഫ് ഐലൻഡിലാട്ടോ. ബീഫ് ഐലൻഡ്, ഈ ഐലൻഡിൻ്റെ പേരാണ് ബീഫ് ഐലൻഡ് എന്ന് പറയുന്നത്. ഈ ബീഫ് ഐലൻഡിലാണ് എയർപോർട്ട്. ഞാനിപ്പോൾ റൺവേക്ക് പാരലായിട്ടുള്ള ആ വഴി കൂടെയാണ് പോകുന്നത്. ഇവിടെ ഒരു വഴിയുണ്ട്, ഇത് എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല. നോക്കട്ടെ, റൺവേ എത്തി. ഇത് അവിടെ ഒരു വിമാനം കിടക്കുന്നുണ്ടോ? നമ്മൾ ഈ കട്ടപ്പുറത്ത് കിടക്കുന്ന കാറെന്നൊക്കെ പറയുന്ന പോലെ കട്ടപ്പുറത്ത് മൂക്കുകുത്തി കിടക്കുന്നൊരു വിമാനം ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു ബീച്ചിന്റെ ഏരിയ ഇവിടെ ഉണ്ട് ആൾക്കാർ. ഇത് റൺവേയുടെ എൻഡാണ്. ഇവിടെ നിൽക്കരുത്, നിന്ന് കഴിഞ്ഞാൽ ജെറ്റ് ബ്ലാസ്റ്റ് ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്താണ് ജെറ്റ് ബ്ലാസ്റ്റ് ഉണ്ടാവുന്നത്. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം അത്രയും പവർഫുൾ എൻജിൻസ് ശരിക്കും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അത് ഭയങ്കര പ്രശ്നമാണ് ശരിക്കും. പിന്നെ ഇവിടെ ഓടിക്കുന്ന ATR വിമാനങ്ങൾ, അല്ലെങ്കിൽ ATR പോലും വരുന്നില്ല ഇവിടെ, അതിലും ചെറിയ വിമാനങ്ങളൊക്കെ ഇവിടെ വരുന്നത്. ഇങ്ങനെയുള്ള വിമാനങ്ങളൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ ജെറ്റ് ബ്ലാസ്റ്റ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, ഉണ്ടാവുമായിരിക്കും. ഇതാണ് എയർപോർട്ടിന്റെ പേര്, ടെറൻസ് ബി ലെറ്റ്സം ഇന്റർനാഷണൽ എയർപോർട്ട്. വണ്ടി തിരിച്ചു കൊടുക്കാനായിട്ട് എയർപോർട്ടിൽ എത്തിയതിനു ശേഷം ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. സോ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. നോക്കാം. അങ്ങനെ നമ്മൾ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശരിക്കും നമുക്ക് രാജ്യങ്ങളുടെ എണ്ണം കൂട്ടാനായിട്ട് ഈ ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് ഒന്നും നമ്മളെ സഹായിക്കത്തില്ല കേട്ടോ. നമ്മൾ ശരിക്കും US വിട്ടിട്ട് ബഹാമസും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കും മാത്രമായിരുന്നു രാജ്യം. നമ്മൾ പോയ ടാക്സ് ആൻഡ് കൈക്കോസ് രാജ്യമായിരുന്നില്ല, പോർട്ടോറിക്കോ രാജ്യമായിരുന്നില്ല. ഇവിടെ വന്ന ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡും രാജ്യമല്ല. ഇനി നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ആൻറ്റിഗ്വ ആണ്. ആൻറ്റിഗ്വ എന്ന് പറയുന്നത് നമ്മുടെ 83ാമത്തെ രാജ്യം. ആൻറ്റിഗ്വ കഴിഞ്ഞ് പിന്നെ പോകുന്ന സ്ഥലങ്ങൾ പിന്നെ ഉണ്ട് കുറേ രാജ്യങ്ങൾ. പക്ഷേ അതിനിടയ്ക്ക് കുറേ രാജ്യങ്ങളല്ലാത്ത ഇതുപോലെ സ്ഥലങ്ങളുണ്ട്. കൺഫ്യൂഷൻ ആയില്ലേ, അത് ഇത് മൊത്തത്തിൽ പ്രാന്താവും. അപ്പോൾ നമ്മുടെ 83ാമത്തെ രാജ്യത്തേക്കുള്ള നമ്മുടെ യാത്രയുമായിട്ട് ബീഫ് ഐലൻഡിൽ നിന്നുള്ള യാത്രയുമായിട്ട് ആൻറ്റിഗ്വ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം. സീ യു ഗൈസ് ടുമോറോ. അപ്പം ബ്രിട്ടീഷ് വെർജിൻ ഐലൻഡ്സ് അമേരിക്കയിലൊക്കെ ഉള്ളവർക്ക് എളുപ്പം വരാനായിട്ട് വന്ന് 2-3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ബൈ.